ഹായ്, ഇന്ന് നമ്മളുടെയൊക്കെ വീട്ടിൽ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത കുട്ടികൾ കുറവായിരിക്കും. എല്ലാവരും വീട്ടിലുണ്ടാവും, ചുരുങ്ങിയത് ഒരാളെങ്കിലും ഉണ്ടാവും ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഈ കുട്ടികൾ ഇന്ന് അനുഭവിക്കുന്ന രണ്ട് പ്രയാസങ്ങൾ, ഇപ്പം നമ്മളെ വീട്ടിലെ കുട്ടികളൊക്കെ ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് രണ്ടെണ്ണം. ഒന്നെന്ന് പറഞ്ഞാൽ, ഒന്ന് മൊബൈലിൽ ഇങ്ങനെ അടുത്ത് പിടിച്ച് നോക്കുമ്പോഴുള്ള കണ്ണിനുള്ള ഒരു പ്രശ്നം എല്ലാവർക്കും, അല്ലെങ്കിൽ രണ്ടാൾ ഒരേ സമയം ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ടാളും കൂടി ഇങ്ങനെ അടുത്ത് പിടിച്ച് നോക്കേണ്ട, അല്ലെങ്കിൽ രണ്ടാൾക്കും ഒരേ സമയം കാണാൻ പറ്റാത്തൊരു പ്രയാസം. അതുപോലെ തന്നെ സൗണ്ടും. ഈ രണ്ട് പ്രയാസങ്ങളും ഒട്ടുമിക്ക വീടുകളിലും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും അല്ലേ? ഞാൻ പറഞ്ഞ കാര്യമല്ലേ? ഒരുപാട് ആളുകൾക്ക് അത് അങ്ങനെ ഒരു പ്രയാസങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിലെ കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രയാസം പറഞ്ഞപ്പോൾ നമ്മൾ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കാക്ക ഉണ്ടാക്കിയെടുത്തിട്ടൊരു സംവിധാനമാണ് ഇത്. അതായത് ഒന്ന് സ്ക്രീന് വലുതാക്കുക, അതോടൊപ്പം സൗണ്ടും കൂട്ടുക. നല്ല സൗണ്ടിൽ വലിയ സ്ക്രീനിൽ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് കാക്ക ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉപകരണമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് മാർക്കറ്റിൽ നമുക്ക് സുലഭമായി വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങളും നമ്മളെ വീട്ടിലുള്ള ചില സാധനങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. നമുക്കും ശ്രമിച്ചാൽ ചെയ്യാൻ കഴിയുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ സകലം യൂട്യൂബ് ചാനലിൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PVC പൈപ്പ് ഉപയോഗിച്ചാണ് നമ്മളിതൊക്കെ ഉണ്ടാക്കിയത്. അതിലേക്കാണ് ബോർഡ്, സ്പീക്കർ, വയറുകൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുടുക്കിയിട്ട് നമ്മളത് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അതിനു വേണ്ടി വീട്ടിലുണ്ടായിരുന്ന 2.5 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ് ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയത്. അത് ആദ്യം 7 ഇഞ്ചിൽ 2 കഷ്ണങ്ങൾ മുറിച്ചു. അതിൻ്റെ അറ്റഭാഗം ഇതുപോലെ സ്മൂത്താക്കി. അതിനുശേഷം അതിൻ്റെ ഒരു അറ്റഭാഗത്ത് ബ്ലോവർ ഉപയോഗിച്ച് നമ്മൾ ചൂടാക്കി. ഇത് ഇല്ലാത്ത ആളുകൾക്ക് തീ ഉപയോഗിച്ച് ചൂടാക്കാം. ഇങ്ങനെ ചൂടാക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇതുപോലെ സ്പീക്കറിൻ്റെ ഭാഗത്ത് നമ്മൾ ആ സ്പീക്കറിൻ്റെ ആ ഷേപ്പ് അവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് സൗണ്ട് എഫക്റ്റും അതുപോലെ തന്നെ സ്പീക്കർ അതിൽ വെക്കുന്നതിനും കുറച്ചുകൂടി എളുപ്പം ആവുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ കട്ട് ചെയ്യുന്നത് 5 ഇഞ്ച് സൈസിലാണ്. ഈ 5 ഇഞ്ച് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ നടു ഇതുപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് ചൂടാക്കിയിട്ട് അത് പരത്തിയെടുക്കണം. ഇത് നമ്മളുടെ ആ ഡിവൈസിൻ്റെ മുകൾ ഭാഗം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് അതിൻ്റെ മേലെ വെയിറ്റ് വെച്ചത് നിവർത്തിയെടുക്കുക. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മളുടെ ആ ഡിവൈസിൻ്റെ മുകൾ ഭാഗത്ത് വെക്കാനുള്ള പീസ് റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലാറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ 3.5 ഇഞ്ചിൽ ഒരു പീസ് കട്ട് ചെയ്യുകയാണ്. ഇതുപോലത്തെ 2 എണ്ണം വേണം. ഇത് അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും വരുന്ന പീസാണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ചൂടാക്കുക, അതുപോലെ മുകളിൽ വെയിറ്റ് വെക്കുക, അത് പരത്തിയെടുക്കുക. ഈ പീസ് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച 7 ഇഞ്ച് സ്പീക്കർ വെക്കുന്ന ആ PVC പൈപ്പിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ നമുക്കത് ഒട്ടിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ട് ആ പൈപ്പ് വെച്ച് ഈ ഒരു ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ആ 2 ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് അവിടെ എന്ത് ചെയ്യുക, പശ വെച്ചിട്ട് അത് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഇതുപോലത്തെ 2 എണ്ണം വേണം എന്നുള്ളത്, മുന്നിലും ബാക്കിലും. അപ്പോൾ മുന്നിൽ ഇനി നമുക്ക് ആ USB പാനൽ വെക്കാനുള്ള ഒരു ഗ്യാപ്പ് കട്ട് ചെയ്തെടുക്കണം. ആ ഒരു ബോർഡിന് കറക്റ്റാക്കി നമ്മൾ മാർക്ക് ചെയ്തതുപോലെ കട്ട് ചെയ്യുക. അത് സ്ക്രൂ ചെയ്യാനുള്ള ഒരു ഏരിയ കൂടി നമ്മൾ അവിടെ ഉണ്ടാവണം എന്നുള്ളത് ശ്രദ്ധിക്കണം. അങ്ങനെ ആ ബോർഡ് വെക്കാനുള്ള ഏരിയ നമ്മൾ റെഡിയാക്കി. ഇനി നമുക്കതിലേക്ക് സ്വിച്ച് വേണം, അതുപോലെ തന്നെ ചാർജിങ്ങിനുള്ള പോർട്ടും വേണം. അപ്പോൾ അത് നമ്മൾ ബാക്ക് സൈഡിലുള്ള ആ ഷീറ്റിലാണ് ചെയ്യുന്നത്. ആ സ്വിച്ചിനുള്ള ഗ്യാപ്പ് നേരത്തെ പോലെ നമ്മൾ കട്ട് ചെയ്യണം. അതുപോലെ ചാർജിങ്ങിനുള്ള സാധനം നമ്മൾ ഇതിൽ ബാറ്ററി ഉപയോഗിക്കുന്നില്ല, ചാർജിങ് അല്ല, നേരിട്ട് നമുക്ക് പവർ കൊടുക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്വിച്ചിന് കട്ട് ചെയ്തു. അതുപോലെ തന്നെ ചാർജ് ചെയ്യുന്ന പോർട്ട്, പവർ പോർട്ട് നമ്മൾ വെച്ചു. അതിന് ഓട്ട ഇട്ടു, അതിലേക്ക് ആ പോർട്ടും വെച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ 2 പീസും റെഡിയായി. ഫ്രണ്ടും ബാക്കും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ ചെറിയൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഒരു ലെഗ് പോലെ, ഒരു കാഴ്ചയ്ക്ക് ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. 2 ഭാഗത്തും ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. നമ്മൾ കത്രിക ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്ത് കളയണത്. ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. നമ്മളൊരു മോഡൽ അല്ലെങ്കിൽ ഒരു കാല് പോലെയൊക്കെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അപ്പോൾ ആ 2 പീസും റെഡിയായി. ഇനിയിപ്പോൾ അതിൽ നമ്മൾ വരച്ച വരകൾ, അതുപോലെ പഴയ പൈപ്പാണല്ലോ, അപ്പോൾ അതിലുള്ള ചളിയും കാര്യങ്ങളൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തിന്നർ ഉപയോഗിച്ച് നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് വൃത്തിയാകുന്നതിന് വേണ്ടി. കാരണം അതിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാനുണ്ട്, സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ആ
സ്പീക്കർ വെക്കുന്ന 2 പൈപ്പിൻ്റെയും ബാക്ക് ഭാഗം ക്ലോസ് ചെയ്യാനുള്ള പീസാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ റൗണ്ടിൽ മാർക്ക് ചെയ്തു. ഇതാണ് ആ 2 പീസുകൾ കട്ട് ചെയ്തത്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ ഹോൾ ഇടുന്നുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അകത്തുള്ള എയർ പാസിങ്ങിനും അതുപോലെ തന്നെ സൗണ്ട് എഫക്റ്റ് കൂടുന്നതിനും വേണ്ടിയിട്ടാണ്. അങ്ങനെ ഹോൾ ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ 1/2 ഇഞ്ചിൻ്റെ PVC പൈപ്പ് ഇതുപോലെ ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഈ അധികമുള്ള ഭാഗം ഉള്ളിലേക്കാണ് വരിക. അപ്പോൾ ആദ്യം നമ്മൾ ആ കട്ട് ചെയ്ത റൗണ്ട് പീസ് അതിലേക്ക് ഒട്ടിക്കുകയാണ്. നന്നായി പശയൊക്കെ തേച്ച് ഒട്ടിച്ചു. ഇനി ഒട്ടിച്ചതിന് ശേഷം ആ 2 സൈഡിലൊക്കെ പൊന്തി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊക്കെ ഒന്ന് പേപ്പറൊക്കെ ഇട്ട് വരുതി റെഡിയാക്കുന്നത് നന്നാവും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു അതിലേക്ക് നമ്മൾ PVC പൈപ്പ് 1/2 ഇഞ്ചിൻ്റെ PVC പൈപ്പ് ഇറക്കി വെക്കുന്നുണ്ട്. 1/2 ഇഞ്ച് പൈപ്പിൻ്റെ ഒരു അറ്റത്ത് നമ്മൾ അതിൻ്റെ ജോയിൻറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അതിൽ ഒട്ടിക്കുന്നതിനും അതുപോലെ ഒരു സ്റ്റോപ്പറായി നിൽക്കുന്നതിനും വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ അതും ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഫ്രണ്ട് ബാക്ക് അതുപോലെ തന്നെ മുകൾ ഭാഗം അത് ഈ പൈപ്പിലേക്ക് ഒട്ടിക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ആ കറക്റ്റ് പൊസിഷനിൽ നമ്മളത് വെച്ചിട്ട് ഒട്ടിക്കണം. ഇവിടെയും നമ്മൾ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. പശ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ ആ പൈപ്പിൽ കറക്റ്റ് അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുന്നത് നന്നാവും. നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വളയാതിരിക്കാനും അതിൻ്റെ ഒരു ടോട്ടൽ അലൈൻമെൻറ്റ് തെറ്റാതിരിക്കാനൊക്കെ അത് നന്നാവും. അപ്പോൾ അങ്ങനെ നമ്മൾ 2 ഫ്രണ്ടും ബാക്കും ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി മുകൾ ഭാഗമാണ് ഒട്ടിക്കാനുള്ളത്. നമ്മൾ ആ കട്ട് ചെയ്ത പീസ് കറക്റ്റ് അതിലേക്ക് ഇറക്കി വെച്ച് ഒട്ടിക്കുകയാണ്. അപ്പോൾ മൊത്തം ഒട്ടിച്ച് കഴിഞ്ഞു. നമ്മൾ ആ 2 സ്പീക്കർ വെക്കാനുള്ള പൈപ്പ് അതിൻ്റെ മുകൾ ഭാഗം അതുപോലെ ഫ്രണ്ട് പാനലും ബാക്കിലെ ഏരിയ ഒക്കെ നമ്മൾ ഒട്ടിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആ സ്പീക്കറിൻ്റെ വയറ് ഇതിൻ്റെ അകത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആ സ്പീക്കറിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പൈപ്പിൽ 2 നമ്മൾ ഹോൾ ഇടുക എന്നുള്ളതാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ആ മാർക്കിങ്ങിൽ നമ്മൾ ഹോൾ ഇടണം. 2 പൈപ്പിനും ഇതുപോലെ നമ്മൾ ഹോൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മാർക്കിങ്ങിൽ നമ്മളിനി ഹോൾ ഇടണം. അത് ഹോൾ ഇട്ട് കഴിഞ്ഞാൽ അതിലൂടെയാണ് നമ്മൾ ആ സ്പീക്കറിൻ്റെ വയറ് ബോർഡിലേക്ക് എത്തിക്കുന്നത്. അതിൻ്റെ സെൻറ്റർ ഭാഗത്താണ് മൊത്തം ബോർഡും സംവിധാനങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ അതൊക്കെ കഴിഞ്ഞു. അതിൽ പെയിൻറ്റിംഗ് ആണ് നടത്തുന്നത്. സ്പ്രേ പെയിൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബ്ലാക്ക് കളറാണ് മൊത്തത്തിൽ കൊടുക്കുന്നത്. അങ്ങനെ PVC മൊത്തം നമ്മൾ ബ്ലാക്ക് കളർ അടിച്ചു. ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫ്രണ്ടും ബാക്കും നമ്മൾ സ്റ്റിക്കർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി അതേ ഷേപ്പിൽ വരച്ച് കട്ട് ചെയ്തു ഇതാ ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ അതും വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആദ്യം തന്നെ നമ്മൾ USB ബ്ലൂടൂത്ത് ബോർഡാണ് കൊടുക്കാൻ പോകുന്നത്. ഇത് വാങ്ങുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അതിനുള്ള കേബിൾ കണക്ടർ അതുപോലെ തന്നെ റിമോട്ടും നമുക്ക് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ആ കേബിൾ കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ഓഡിയോ ബോർഡിലേക്കുള്ള കണക്ഷനാണ്. 3 കണക്ഷനാണ് വരുന്നത്. ലെഫ്റ്റ്, റൈറ്റ്, ഗ്രൗണ്ട്. അതിനുള്ള പിന്ന് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇത് ഈ ബോർഡിലേക്ക് വരുന്ന പവറാണ്. നമ്മൾ കൊടുക്കുന്ന പവർ സോക്കറ്റിൽ നിന്ന് വരുന്ന പവർ കൊടുക്കാനുള്ള കണക്ടർ. അപ്പോൾ അത് നമുക്ക് അതിൽ കണക്ട് ചെയ്യാം. ഇത് അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ 2 കേബിളുകൾ നമ്മൾ ആ പിന്നിൽ കണക്ട് ചെയ്തു. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ഓഡിയോ ആംപ്ലിഫയർ ബോർഡാണ്. ഇതാണ് ഓഡിയോ ബോർഡ്. ഇതിലേക്കാണ് ഇനി നമുക്ക് വയറുകൾ സോൾഡർ ചെയ്യാനുള്ളത്. ഇതിൽ നമുക്ക് പ്ലസ് മൈനസ് എന്ന് കാണാൻ പറ്റും. അതാണ് അതിലേക്കുള്ള പവർ വരുന്ന ഏരിയ. അതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് ലെഫ്റ്റ്, റൈറ്റ്, ഗ്രൗണ്ട് 3 കണക്ഷനുകൾ കാണാൻ പറ്റും. അത് ഓഡിയോ ബോർഡിൽ നിന്നല്ല, നമ്മുടെ USB ബോർഡിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ കണക്ഷൻ വരാനുള്ളതാണ്. അത് മാറരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഇവിടെ നമുക്ക് പ്ലസ് മൈനസ് കാണാൻ പറ്റും. ഇത് സ്പീക്കറിലേക്കുള്ള ഔട്ടാണ്, ലെഫ്റ്റും റൈറ്റും. ഞങ്ങൾ കണക്ഷൻ കൊടുത്തതിൻ്റെ സർക്യൂട്ട് ഡയഗ്രമാണ് ഇത്. അപ്പോൾ ഇനി നമ്മളത് സോൾഡർ ചെയ്യുകയാണ്. സോൾഡർ ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഒരിക്കലും ഗ്രൗണ്ടും ലെഫ്റ്റും റൈറ്റും ഒന്നും മാറാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ആ 3 കണക്ഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞു USB ബോർഡിലേക്ക് അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ബോർഡിലേക്കാണ് പോകുന്നത്. ഇതൊക്കെ നമ്മൾ വാങ്ങിയത് ചെമ്മാട്, കൊണ്ടോട്ടി എന്നൊക്കെയാണ് വാങ്ങിയത്. നമ്മുടെ ചുറ്റുപാടുമുള്ള ഇലക്ട്രോണിക് ഷോപ്പുകളിലൊക്കെ ഈ സാധനങ്ങൾ അവൈലബിൾ ആണ്. പലരും നേരെ ഓൺലൈൻ മാർക്കറ്റിലേക്കാണ് ഇതൊക്കെ വാങ്ങുന്നതിന് വേണ്ടി പോകുന്നത്. ആ ഒരു പ്രവണത ഒഴിവാക്കണം എന്നുകൂടി ഞാൻ ഇവിടെ നിങ്ങളോട് പ്രത്യേകം പറയണം. കാരണം നമ്മുടെ നാട്ടുകാരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഏതായാലും നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങി ഇതാ സോൾഡറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ പവറിൻ്റെ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ നേരെ പവർ സോക്കറ്റിൽ നിന്ന് ഓഡിയോ ബോർഡിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്ലാക്കും റെഡും വയർ കാണാൻ പറ്റും. അത് നേരെ പവർ സോക്കറ്റിൽ നിന്ന് വന്ന്
ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മളുടെ ബ്ലൂടൂത്ത് USB ബോർഡിലേക്ക് പവർ പോകുന്നത്. USB ബ്ലൂടൂത്ത് ബോർഡ് നമ്മൾ വാങ്ങുന്ന സമയത്ത് ആംപ്ലിഫയർ ബോർഡും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള സാധനം കൂടി നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. നമുക്കത് കിട്ടാത്തത് കൊണ്ടാണ് ഇത് രണ്ടും സെപ്പറേറ്റ് വാങ്ങിയതും ഇതുപോലെ ചെയ്യുന്നതും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഹോളിലൂടെ സ്പീക്കറിലേക്കുള്ള കണക്ഷൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ മെയിൻ ബോർഡിലേക്കുള്ള ഓഡിയോ ആംപ്ലിഫയർ ബോർഡിലേക്കുള്ള സോൾഡറിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഈ വയർ നമുക്ക് സ്പീക്കറിലേക്ക് സോൾഡർ ചെയ്യാം. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ബ്ലൂടൂത്ത് ബോർഡിന് 140 രൂപയാണ് വരുന്നത്. അതുപോലെ അതിൻ്റെ ആ ഓഡിയോ ആംപ്ലിഫയർ ബോർഡിന് 40 രൂപ, സ്പീക്കറിന് 90 രൂപ. ഇത്രയാണ് നമുക്കതിൽ ചിലവ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ഫ്രണ്ട് പാനൽ ബ്ലൂടൂത്ത് ബോർഡ് അതിലേക്ക് ഫിറ്റ് ചെയ്യുക, സ്ക്രൂ ചെയ്ത് വെക്കണം. അതിനുള്ളൊരു ഏരിയ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണക്ഷനൊക്കെ കൊടുത്ത് ഇനി അതിലേക്ക് നമുക്ക് സ്ക്രൂ ചെയ്യാം. ബ്ലൂടൂത്ത് പാനൽ നമ്മൾ അതിലേക്ക് സ്ക്രൂ ചെയ്ത് വെച്ചു. ഇനി നമ്മൾ സ്പീക്കർ കൊടുക്കാൻ പോവുകയാണ്. സ്പീക്കറിന് വേണ്ടിയിട്ടാണ് ഈ മഞ്ഞയും അതുപോലെ പച്ചയും വയർ കാണുന്നത്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്പീക്കർ. ആ സ്പീക്കറിലേക്ക് ഈ 2 വയറും നമ്മൾ സോൾഡർ ചെയ്ത് ചേർക്കുകയാണ്. 2 സ്പീക്കറുകളും നമ്മൾ സോൾഡറിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ അത് ആ PVCയിലേക്ക് വെക്കുകയാണ്. നമ്മൾ തുടക്കത്തിൽ ആ PVCയുടെ ഒരു ഭാഗം ഷേപ്പ് മാറ്റിയിരുന്നു. അത് ഇതുപോലെ സ്പീക്കർ അതിൽ നല്ല രീതിയിൽ പിടിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ്. അപ്പോൾ നമ്മളത് അതിൽ ഫിറ്റ് ചെയ്തു. ഇനി നമ്മൾ സ്വിച്ച് അതുപോലെ പവർ സോക്കറ്റുമാണ് അതിലേക്ക് കണക്ഷൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് സ്വിച്ചിൻ്റെ ലൈന് വരുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. നേരെ ഈ ഒരു പവർ സോക്കറ്റിൽ നിന്നാണ് വരുന്നത്, ഒന്ന് നേരെ ബോർഡിലേക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഹോളിട്ട ഭാഗത്താണ് പവർ സോക്കറ്റ് കൊടുക്കുന്നത്. ഇത് സ്വിച്ചാണ് ഇപ്പോൾ നമ്മൾ സോൾഡർ ചെയ്യുന്നത്, സ്വിച്ചിൻ്റെ കണക്ഷന്. ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇതുപോലെ കട്ടൻ ചായയും അതുപോലെ ദോശ കഷ്ണമൊക്കെ കഴിക്കുന്നത് നമ്മുടെ ഊർജ്ജത്തിന് നല്ലതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചായ കുടിച്ചാട്ടെ. അപ്പോൾ നമ്മൾ സ്വിച്ചിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് പവർ സോക്കറ്റാണ്. പവർ സോക്കറ്റിലേക്കുള്ള 2 കണക്ഷനും നമ്മൾ സ്ലീവ് ഇട്ടതിന് ശേഷം സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഓഡിയോ ആംപ്ലിഫയർ ബോർഡ് നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉപയോഗിച്ചിട്ടാണ്. അതുപയോഗിച്ചിട്ടാണ് നമ്മൾ അതിൽ പിടിപ്പിച്ചിട്ടുള്ളത്. ഇനി സ്പീക്കർ വെച്ച ഭാഗത്ത് ആ സ്പീക്കറിൻ്റെ അറ്റ ഭാഗമൊക്കെ പുറത്തേക്ക് കാണാതിരിക്കാൻ അവിടെ ഒന്ന് സൗന്ദര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മുടിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മുടിപ്പൊടി എന്ന് പറഞ്ഞാൽ എയർ റിബൺ എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനം നമ്മൾ മുടിപ്പൊടി എന്നാണ് പറയല്. ഏതായാലും ആ ഒരു സാധനമാണ് നമ്മൾ ഇട്ട് കൊടുത്തത്, ബ്ലാക്ക് കളറ്. നമ്മുടെ ഈ ഡിവൈസിലെ ഒരു പ്രധാന സാധനമാണ് സ്ക്രീൻ മാഗ്നിഫയർ. ഇത് നമ്മൾ തിരൂരിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതാണ് സ്ക്രീന് വലുതാക്കി കാണിക്കാനുള്ള സാധനം. അപ്പോൾ ഇത് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റാൻഡിൻ്റെ പുറത്താണ് ഇത് നമ്മൾ വെക്കുന്നത്. ഇതിൻ്റെ ഉപയോഗ രീതി എന്ന് പറഞ്ഞാൽ അത് ബാക്കോട്ട് വലിച്ചു വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ മൊബൈൽ ഇതുപോലെ വെക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ മൊബൈൽ വെച്ചിട്ട് മൊബൈൽ ഓൺ ചെയ്യുന്നതോടുകൂടി മൊബൈലിലുള്ള സ്ക്രീന് ഇതിൽ വലുതായി കാണും. അത് നമ്മുടെ സ്റ്റാൻഡിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെയാണ് വെക്കുന്നത്. ഇവിടെ നമ്മളുടെ ഡിവൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ മൊബൈൽ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യുന്നു. അതുവഴി മൊബൈലിലെ ശബ്ദം ഈ ഒരു സ്പീക്കറിലൂടെ നല്ല ശബ്ദത്തിൽ നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്നു. അതുപോലെ മൊബൈലിലുള്ള വിഷ്വൽസ് ഈ ഒരു മാഗ്നിഫയറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് വലുതായി കാണാനും പറ്റുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൽ പവർ കൊടുക്കുന്നു, അതിനുശേഷം സ്വിച്ച് ഓൺ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഡിവൈസ് ഓൺ ആയി. അതിലിപ്പോൾ ബ്ലൂടൂത്ത് മോഡ് എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ മൊബൈലിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് സെർച്ച് ചെയ്തപ്പോൾ ഡിവൈസ് ഇവിടെ കാണിക്കുന്നുണ്ട് JMD. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്തതോടുകൂടി അത് കണക്ഷൻ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത്, നമ്മൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഏത് വീഡിയോ ആണോ വേണ്ടത് ആ വീഡിയോ നമ്മൾ എടുക്കുന്നു, അത് പ്ലേ ചെയ്യിക്കുന്നു. ആ പ്ലേ ചെയ്യുന്ന വീഡിയോ ഒരു മിനിറ്റ് അത് നേരെ ഇവിടെ വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്.
നിന്റെ വീട്ടിലിപ്പോ നമ്മള് ബെഡ്റൂം ഒന്നുകൂടെ ഒന്ന് നോക്കി എല്ലാരും. വേറെ എന്തെല്ലാം കാണാം? മേശ കാണാല്ലേ? രാമോന്റെ കളിപ്പാട്ടങ്ങൾ കാണാല്ലേ? ഓൺലൈനിൽ നമ്മള് ഭക്ഷണം കഴിക്കാറില്ലേ? ചിലപ്പോഴൊക്കെ നമ്മള് അമ്മയുടെ കൂടെ അടുക്കളയിലും നിലത്തും ഇരുന്നൊക്കെ കഴിക്കാറുണ്ട്. കിടക്കയും കാണുന്നുണ്ടല്ലേ? എന്തിനാ നമ്മള് കട്ടിലും കിടക്കയും ഉപയോഗിക്കുന്നത്? എല്ലാ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് വലിയ സ്ക്രീനിൽ ക്ലാസ് കാണാനും നല്ല ശബ്ദത്തിൽ ക്ലാസ് കേൾക്കാനുമുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ നൽകുക. എൻ്റെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ സകലം.